ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ചെറിയ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ മതി പണം ഒഴുകിയെത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ ഫോട്ടോ വെച്ചാൽ എന്ത് മാറ്റം സംഭവിക്കാനാണെന്ന്. അത് വെക്കേണ്ട സമയത്ത് ഞാനീ പറയുന്ന ഒരു ചെറിയ ഫോട്ടോ വെച്ച് അതിൻ്റെ മുന്നിൽ ഞാനീ പറയുന്ന ഒരു മന്ത്രങ്ങൾ ഉരുവിട്ടാൽ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങളുടെ ജീവിതം എന്ത് മാറ്റം സംഭവിക്കുമെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഓരോരോ ഭാഗ്യങ്ങൾ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം. അതായത് നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്യുക. അത്ഭുതകരമായ രീതിയിൽ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരും. സമ്പത്തെ, സമൃദ്ധി. ഈ ചിലർ പറയും പണം കയ്യിൽ നിൽക്കത്തില്ലെന്ന്. ആ ഒരു സംഭവം ഒന്ന് മാറും. പണം കയ്യിൽ നിൽക്കും. പിന്നെ കടങ്ങൾ മാറും. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് ഒരു ചെറിയ ഫോട്ടോ. അത് വെക്കേണ്ട ഒരു രീതിയുണ്ട്. അതിൻ്റെ മുന്നിൽ ജപിക്കേണ്ട ലളിതമായ മന്ത്രമുണ്ട്. അത് ജീവിതത്തിൽ പണം കയ്യിൽ നിൽക്കാനും പണം വർദ്ധിച്ചു വരുവാനും പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകുവാനും അതുപോലെ കടങ്ങൾ മാറാനും നല്ലതാണ്. ലളിതമായ കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനി ഈ ഫോട്ടോ ഇല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ദേവൻ്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചാലും മതി. പിന്നെ ഫോട്ടോ വാങ്ങിയാലും മതി കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഇന്ന് എന്നെ കാണാൻ ഒരാൾ വന്നു. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതി. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലല്ലോ, അറിയാമല്ലോ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. നേരിട്ട് വന്നു എന്നോടൊരു കാര്യം പറഞ്ഞു. അവർക്ക് അത്യാവശ്യപ്പെട്ടിരുന്നപ്പോൾ കുറച്ച് തുക ലോൺ പാസ്സായി കിട്ടി. ഞാൻ പറഞ്ഞ ഒരു പച്ച കോട്ടൺ തുണി കൊണ്ട് ഒരു വിദ്യ ചെയ്താണ്. ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം ലോണൊക്കെ പാസ്സാകാനും സാമ്പത്തികം കയ്യിൽ വരും. ഏത് വിധേനയാണെങ്കിലും അതുകൂടെ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വളരെ സന്തോഷമുണ്ട്. എനിക്ക് കിട്ടുന്നതിനെക്കാട്ടി സന്തോഷം എനിക്കുണ്ടായി. അവർക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടായി. ഒരു അത്യാവശ്യത്തിനാണല്ലോ ഒരു ലോണിനൊക്കെ പോകുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ അത് പെട്ടെന്ന് കിട്ടി, തടസ്സം മാറി എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഫ്രീ ആകുന്നതനുസരിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഈ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ മാത്രം. ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും നല്ല രീതിയിലുള്ള ലളിതമായ വഴിപാടുകളും സ്വയം വീട്ടിൽ ചെല്ലാവുന്ന പ്രാർത്ഥനകളും ഇതൊക്കെ ഞാൻ പറയാറുള്ളൂ. അതൊക്കെ ആ രീതി കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഒരു തവണ ക്ഷേത്രത്തിൽ പോയുള്ളത് മാറ്റം വരണമെന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാത്തവരോട് ചെയ്യേണ്ടതെന്നും പറയും. ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. കാരണം ഞാനെപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ്. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പം ഇത് പറഞ്ഞതിനുള്ള എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ എന്നെ കാണാൻ ഇടയ്ക്ക് വരുന്നവർ ഈ പല സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതായത് ചിലപ്പം സ്വീറ്റ്സും ആയിരിക്കും, ചിലപ്പം മറ്റു കാര്യങ്ങളായിരിക്കും, ചിലപ്പം ഷർട്ടും മുണ്ടുമായിരിക്കും. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അതൊന്നും പാടില്ല. ഞാനതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അതൊന്നും വേണ്ട. അത് പറയുന്നത് മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. അത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് കേട്ടോ. അത് സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഞാൻ സ്വീകരിച്ചെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു, കൊണ്ടുവരണ്ട. കാരണം ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷമാണ്. അത് ഞാൻ സ്വീകരിച്ചു എന്ന് തന്നെ എപ്പോഴും വിചാരിച്ചോളും. നിങ്ങളങ്ങനെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കൊണ്ടുവന്ന് സമർപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ആ പ്രാർത്ഥന, ശിവഭഗവാനെ വിളിക്കുക, ഭഗവാനോട് എല്ലാത്തിനും നന്ദി പറയുക. അത് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈയിടെയായിട്ട് ഒരുപാട് ആളുകൾ കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം
ഞാൻ അറിയാമല്ലോ, ഞാൻ ആ ഒരു ശിവഭക്തനാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സന്തോഷമായിരിക്കുക, എല്ലാം നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനെപ്പോഴും സന്തോഷവാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. അതുപോലെ പായസമൊക്കെ ആണെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ കഴിച്ച പായസം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയും നിങ്ങളുടെ വീടിനടുത്തുള്ളവർക്കും കൊടുക്കുക. എനിക്കിവിടെ കൊണ്ട് തരേണ്ട കാര്യമില്ല, മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ ഒന്നാമത്തെ പായസവും കഴിക്കത്തുമില്ല. എനിക്ക് ഷുഗറുണ്ട്, ഞാൻ പായസം കഴിക്കാറില്ല. അപ്പോൾ നിങ്ങളത് കഴിക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് നല്ലത്. അപ്പോൾ സന്തോഷത്തോടെയാണ് പറയുന്നത്. എനിക്ക് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിച്ചെന്ന് വെച്ചോ, എന്താണേലും സന്തോഷത്തോടെയാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എത്ര സന്തോഷത്തോടെ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നോ അത്രയും സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ. അത് കഴിക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് നമുക്ക് സന്തോഷം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ ശിവോഹനി. വിശദമായിട്ട് പറഞ്ഞുതരാം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫോട്ടോ. അതുകൊണ്ട് ഇതാണ് സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമിയുടെ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ നമ്മൾ ഓൺലൈൻ വഴി കിട്ടും, കടകളിൽ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി കിട്ടും. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ രൂപം മനസ്സിൽ കണ്ടാൽ മതി, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. സൗകര്യപ്രദമായിട്ട് കിട്ടുമ്പോൾ വാങ്ങിയാൽ മതി. ഞാൻ അടുത്ത് കാണിക്കാം. സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി ശിവൻ തന്നെയാണ്, പക്ഷേ ഇത് സ്വർണ്ണാകൃഷ്ണ ഭൈരവൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മറ്റൊരു ഭാവമാണ്. ഇത് സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി, ഇത് കുബേരൻ, ഇത് മഹാലക്ഷ്മി. അപ്പം സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി കുബേരനും മഹാലക്ഷ്മിക്കും സമ്പത്ത് കൊടുക്കുന്നത് ആ ശിവൻ്റെ ആ ഒരു സ്വർണ്ണാകൃഷ്ണ ഭൈരവ ഭാവത്തിലുള്ള സ്വാമിയിൽ നിന്ന് കുബേരനും മഹാലക്ഷ്മിയും ആ സമ്പത്ത് സ്വീകരിക്കുന്നു. അതാണ് ഭാഗം. അപ്പോൾ ഇതാണ് സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി. സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിൽ ഈ ചിത്രം കണ്ടാലും മതി. ശിവൻ തന്നെയാണ്, പക്ഷേ സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമി എന്നാണ് ഈ ഭാവത്തിന് അറിയപ്പെടുന്നത്. നിങ്ങളെ ഒന്ന് മനസ്സിൽ പതിപ്പിച്ചോളൂ. അതിനുവേണ്ടി എങ്ങനെ കാണിക്കുന്നത് കേട്ടോ. മനസ്സിൽ പതിപ്പിച്ചോളൂ ഈ ചിത്രം. ഈ ഫോട്ടോ വാങ്ങുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സമയത്ത് വാങ്ങുന്നവർ, വാങ്ങുന്നതിന് മുമ്പ് ഈ രൂപം മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ചെയ്യുക. ഇനി വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഈ ഫോട്ടോ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. ഒരു മുറിയിൽ താമസിക്കുന്നവരുണ്ട്, വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ ഫോട്ടോ വയ്ക്കാം, മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോ വയ്ക്കാം. ചിലർ ചോദിക്കാറുണ്ട്, സാറേ ഈ ദിക്കിലേക്ക് ആ ദിക്കിലേക്ക്, ഏത് ദിക്കിലേക്കും വേണമെങ്കിലും വയ്ക്കാം. പിന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഫോട്ടോ പടിഞ്ഞാറ് ദിക്കാക്കി വെച്ചാൽ നമ്മൾ കിഴക്കോട്ട് നോക്കിയെന്ന് പ്രാർത്ഥിക്കും, നല്ലതാണ്. ഇനി നമ്മൾ ഫോട്ടോ തെക്ക് ദിക്കി വെച്ചാൽ നമ്മൾ വടക്കോട്ട് നോക്കിയെന്ന് പ്രാർത്ഥിക്കും, നല്ലതാണ്. ഇനി ഇതല്ല, നമുക്ക് ആ വീട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എങ്ങോട്ട് വെച്ചാലും ഒരു കുഴപ്പമില്ല, അതിൻ്റെ അകത്ത് യാതൊരു കുഴപ്പമില്ല. നിങ്ങളെ കൂടെ പറ്റുന്ന രീതി വെക്കുക. അതിന് ഒരു ദൈവവും ഒന്നും പറയത്തില്ല. ശിവനെ ഓരോ ശ്വാസത്തിലും ശിവവിദ്യ ചെയ്യുന്ന ഒരു മനസ്സോടുകൂടി പറയുന്ന കാര്യമാണ്, മനസ്സിലായില്ലേ. ഒരു ദൈവവും ഒന്നും നിങ്ങളോട് അതിൻ്റെ പേരിൽ ഒരു കുഴപ്പമില്ല. ഏത് ദൈവവും നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ ആ ദൈവത്തെ വിളിച്ചാൽ നിങ്ങളിൽ പ്രസാദിക്കും കേട്ടോ. അതൊക്കെ മനസ്സിലങ്ങ് ഉറച്ച് വിശ്വസിച്ചു. സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏത് ദിക്കിലേക്ക് വേണേലും നിങ്ങൾക്ക് ഈ സ്വർണ്ണാകൃഷ്ണ ഭൈരവസ്വാമിയുടെ ഫോട്ടോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വയ്ക്കാം. പിന്നെ കിഴക്ക് ദിക്കിലേക്ക് വെക്കുന്നവരുണ്ട്, പടിഞ്ഞാറ് ദിക്കിലേക്ക് വെക്കുന്നവരുണ്ട്, വടക്ക് വെക്കുന്നവരുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. ഇത് നിങ്ങൾക്ക് സ്ഥലവും സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം, അല്ലാതെ തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അല്ലെ കൈയും കാലും മുഖവും കഴുകിയിട്ട് ഈ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ആദ്യം നിങ്ങൾ നമശിവായ എന്ന് വാഗൊണ്ട് ജപിക്കണം. ഓം ചേർക്കണ്ട, അതാണ് ഇതിൻ്റെ അകത്തെ രഹസ്യം. നമശിവായ എന്ന് ജപിക്കുക, ഓം ഇല്ലാതെ വാഗൊണ്ട് നമശിവായ ജപിക്കുക ഒരു തവണ. എന്നിട്ട് മനസ്സിൽ നമശിവായ എന്ന് കണ്ണടച്ചുകൊണ്ട് ആ ഉള്ളിലൊരു ശിവലിംഗം ഹൃദയത്തിൽ ധ്യാനിച്ച് നമശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് ഈ പറയുന്ന സ്വർണ്ണാകൃഷ്ണ ഭൈരവ സ്വാമിയുടെ അത്ഭുതകരമായ
2 മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത്ഭുതകരമായ മന്ത്രമാണ്. അത് നിങ്ങൾ ജപിക്കുക. ഒരു തവണയെങ്കിലും ജപിച്ചാൽ നല്ലതാണ്. ഇനിയും 18 തവണ ജപിച്ചാൽ കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ 3 തവണ ജപിച്ചാലും നല്ലത്. അല്ലെങ്കിൽ ഒരു തവണ പോലും ഈ 2 മന്ത്രങ്ങൾ ജപിച്ചാലും ഫലമുണ്ടാകും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. 18 തവണ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ 3 തവണയെങ്കിലും ജപിക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജപിച്ചാലും മതി. നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടും. അത് നോക്കിയിട്ട് നിങ്ങൾ ജപിച്ചാൽ മതി. ഞാൻ അതിലൊന്ന് ജപിക്കുക. ഓം ശ്രീം ഹ്രീം ഹായാണ് ക്ലീം സ്വർണാകർഷണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് ജപിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇങ്ങനെ ജപിച്ചാലൊന്നും ഫലം കിട്ടുന്നില്ല. മന്ത്രങ്ങൾ ചൊല്ലിയാൽ ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട്. അത് ഓരോ മന്ത്രത്തിലും പ്രത്യേക രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ മന്ത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ആദ്യം നമഃശിവായ ജപിച്ച് അകവും ജപിച്ചു, പുറവും ജപിച്ച് അകവും ജപിച്ചു. പുറമെന്ന് വെച്ചാൽ നമ്മൾ വാഗോണ്ട് ജപിച്ചു, മനസ്സിലും ജപിച്ചു. അകം പുറം ശിവൻ നിറയണം ആദ്യം. മനസ്സിലായോ? നമഃശിവായ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, നകാരം മകാരം ശികാരം വകാരം യകാരം. ഇത് നിറയണം. അകവും പുറവും പഞ്ചഭൂതങ്ങളാണ്. നമ്മുടെ വെളിയിലും പഞ്ചഭൂതങ്ങളുണ്ട്, അകത്തും പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങളിലെ ആദ്യം ധ്യാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാഗോണ്ട് നമഃശിവായ ഒരു തവണ ജപിച്ചു, മനസ്സിൽ ഒരു തവണ നമഃശിവായ ജപിച്ചു. ഓം വേണ്ട. എന്തുകൊണ്ടാണ് ഓം വേണ്ടെന്ന് പറഞ്ഞത്? അത് ഈ വിദ്യക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ജപിച്ചു. എന്നിട്ട് ഓം ശ്രീം ഹ്രീം ഹായ കാ ജപിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വരണാകർഷണ ഭൈരവായ. സ്വരണാന്ന് ജപിക്കണം, സ്വർണ്ണാന്ന് ജപിക്കരുത്. ആ രായും നായും കൂടെ ഉച്ചാരണം വരണം. അപ്പോഴാണ് മാറ്റം വരുന്നത്. സ്വരണാകർഷണ ഭൈരവായ ഹും ഭട്ട് സ്വാഹ. മതി. കറക്റ്റായിട്ട് ജപിച്ചാൽ അത് മതി. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ ജപിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വരണാകർഷണ ഭൈരവായ. ആ സ്വരണാകർഷണ എന്നുള്ളതിന് ആ സ്വരണാകർഷണ ഭൈരവ ആ ചെല്ലുന്ന രീതിയിലാണ് എൻ്റെ കാര്യം കിടക്കുന്നത് കേട്ടോ. സ്വരണാകർഷണ ഭൈരവായ. അപ്പം ആ സ്വരണാകർഷണ എന്ന് പറയുമ്പോൾ അവിടെ ഇന്നുള്ളത് ബലം കൊടുക്കണം. എന്നുള്ള രീതിയിൽ ജപിച്ചാൽ മതി. സ്വരണാകർഷണ ഭൈരവായ ഹും ഫട്ട് സ്വാഹ. അത് നല്ല ബലത്തിൽ, പക്ഷേ വലിയ ബലത്തിലല്ല, അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ജപിക്കണം. ഹും ഫട്ട് സ്വാഹ. അധിക ശബ്ദത്തിലല്ല, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇങ്ങനെ ജപിക്കണം ഈ മന്ത്രം. അപ്പോഴാണ് ഫലം ലഭിക്കുന്നത്. അല്ലാതെ എത്ര ജപിച്ചാലും ജപിക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മന്ത്രം ചിലപ്പം പലയിടത്തും അന്വേഷിച്ചാലും കിട്ടും, പലയിടത്തു നിന്നും കിട്ടാം. പക്ഷെ അത് ഫലം കിട്ടണമെങ്കിൽ അതിനൊരു രീതിയുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ജപിക്കുമ്പോഴേ അത് ഫലം കിട്ടത്തുള്ളൂ. അത് മന്ത്രം ജപിച്ചാൽ എല്ലാ മന്ത്രവും ചുമ്മാ അങ്ങ് ജപിച്ചാലൊന്നും ഫലം കിട്ടത്തില്ല. അതിൻ്റെ ചില രീതികളുണ്ട്. ആ രീതി ചെയ്താൽ അത് വർക്കൗട്ടാകും. അത് നിങ്ങൾക്കൊരാൾ പറഞ്ഞു തരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എല്ലാവൊന്നും അത് മനസ്സിലാകത്തില്ല. അപ്പം അത് മനസ്സിലായി. ഇനി രണ്ടാമതൊരു മന്ത്രങ്ങളുണ്ട്. ഓം ഐശ്വര്യ. ഐശ്വര്യം എന്ന് വെച്ചാൽ അറിയാലോ, ഐശ്വര്യം. ഓം ഐശ്വര്യ ഈശ്വരായ. ഐശ്വര്യത്തിൻ്റെ ഈശ്വരൻ. ഒന്നുകൂടെ പറയാം. ഓം ഐശ്വര്യ ഈശ്വരായ നമഃ. ഇതും 3 തവണ ജപിക്കുക. അല്ലെ 18 തവണ ജപിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. 18 തവണ ജപിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകും. ഇല്ലെങ്കിൽ 3 തവണയെങ്കിലും ജപിക്കുക. ഇല്ലെങ്കിൽ 1 തവണയെങ്കിലും ജപിക്കുക. ഇതെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ മഹാലക്ഷ്മിയുടെ ഒരു സ്തുതിയും കൂടെ ജപിക്കണം. അതും 3 തവണ ജപിക്കുക, അല്ലെ 1 തവണ ജപിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 3 തവണ ജപിക്കുക. ഞാനിതെല്ലാം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം കേട്ടോ. മന്ത്രങ്ങളെല്ലാം എല്ലാം എഴുതിയിട്ടേക്കാം. എന്നിട്ട് അവസാനം നിങ്ങൾ വീണ്ടും നമഃശിവായ എന്ന് വാഗോണ്ട് 1 തവണ ജപിക്കുക. കണ്ണടച്ച് ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ച് നമഃശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. മതി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇതാണ് ഈ വിദ്യ.
നിത്യേന രാവിലെ ചെയ്യാം, വൈകിട്ടും ചെയ്യാം. നിങ്ങൾ ഫോട്ടോ മേടിച്ചില്ലേ പോലും മനസ്സിൽ ഈ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജപിക്കാം. കിഴക്കോട്ട് നോക്കിയെന്ന് ജപിക്കാം, വടക്കോട്ട് നോക്കിയെന്ന് ജപിക്കാം. അതൊക്കെ ഏറ്റവും അത്യുത്തമമാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഏത് രീതി വേണമെങ്കിലും ജപിക്കാം, അല്ലാതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് നിത്യേന ചെയ്യുക. ഇതിൻ്റെ ഫലം ഞാൻ പറഞ്ഞു. പണം കയ്യിൽ നിൽക്കുന്നില്ല എങ്കിൽ പണം കയ്യിൽ നിൽക്കാനും വർദ്ധിച്ചു വരാനും കടങ്ങൾ മാറാനും വളരെ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഒരു വിദ്യയാണ് സ്വർണ്ണാകർഷണ ഭൈരവസ്വാമിയുടെ വിദ്യ. ഇത് ശിവൻ തന്നെയാണ് സ്വർണ്ണാകർഷണ ഭൈരവൻ. നമ്മൾ ഉച്ചരിക്കുമ്പോൾ സ്വരണാകർഷണ ഭൈരവ എന്ന് ഉച്ചരിക്കുന്നത്. സ്വരണാകർഷണ ഭൈരവ. നായ്ക്ക് ഇന്നാന്ന് ബലം കൊടുക്കണ്ട. പിന്നെ ഇറുന്നല്ല പറഞ്ഞ സ്വരണ, അങ്ങനെ സ്വർണ്ണ എന്ന് പറയുന്നത് സ്വരണാകർഷണ ഭൈരവായ നമ്മ അങ്ങനെ പറയുക. അപ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. ഈ ഹും ഫട്ട് സ്വാഹ എന്ന് പറഞ്ഞ ആ ഒരു ഇതിന് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. അത് അങ്ങനെ വരുന്ന ഏത് മന്ത്രങ്ങളും നല്ല മന്ത്രങ്ങൾ, നമ്മൾ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, അതൊക്കെ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ല അതൊരു ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അത് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്, എല്ലാവിധ നന്മകളും നൽകുന്നതാണ്. ഈ സ്വർണ്ണാകർഷണ ഭൈരവസ്വാമിയെ ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരണമെന്നൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോൾ മാറ്റങ്ങളും ഉണ്ടാകും. നിരന്തരം തുടർന്ന് ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണ്ണാകർഷണ ഭൈരവസ്വാമി ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. വിശ്വാസത്തോടെ വിളിച്ചാൽ. അതോടൊപ്പം നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ശനി, ഞായർ, തിങ്കൾ 3 ദിവസങ്ങളിൽ രാവിലെ കൂവളത്തിലെ അർച്ചനയും കൂടെ നിങ്ങളെ പറ്റുന്ന പോലെ ചെയ്യുക. സാമ്പത്തികം ആവശ്യപ്പെടുക, അത് ആഴ്ചയിൽ ആവർത്തിക്കുക. മതി. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. എത്ര ദുരിതങ്ങൾ മാറുവാനും ഏത് കുടുംബവും രക്ഷപ്പെടാനും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും പറഞ്ഞുതരാൻ പോകുന്നത് ഈ ലോണൊക്കെ പാസ്സാകാനും സാമ്പത്തികം കയ്യിൽ വരുവാനും ഉള്ള ഒരു വിദ്യയാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഇതുണ്ടോ, എൻ്റെ തന്നെ പേഴ്സിനകത്ത് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. എല്ലാം ഞാൻ പലതും അനുഭവമുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവമുള്ള കാര്യങ്ങളും അങ്ങനെ പറയാറുള്ളൂ. ഇത് ഞാൻ വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടോ വെച്ചിരിക്കുന്ന നമ്പർ കാണിച്ചിട്ട് അതേ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അല്ലാതെ ഈ ചുമ്മാ ഒരു കാര്യവും പറയുന്ന കാര്യം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ആണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലമുണ്ടാകും. അല്ലെങ്കിൽ ഞാൻ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുള്ള കാര്യം ഇത് കണ്ടോ. ഇതൊരു പച്ച കോട്ടൺ തുണിയാണ്. ഈ കോട്ടൺ തുണി മേടിച്ച് നിങ്ങൾ ഇങ്ങനെ ചെറിയ ചതുരത്തിൽ പേഴ്സിന് വെക്കാനും മാത്രം പാകത്തിൽ ചെറിയ ചതുരത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ത്രികോണം വരയ്ക്കുക. നീലമഷി പേന കൊണ്ട് വരച്ചാൽ മതി. അതിനകത്ത് ക്ലീം എന്ന് എഴുതുക. കണ്ടല്ലോ. ഇത് പേഴ്സിനകത്ത് വെക്കുക. നിവർത്തി വെക്കണം, മടങ്ങരുത് കേട്ടോ. നിവർത്തി വെക്കുക. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ പേഴ്സ് ഇരുന്നോട്ടെ. അതിൻ്റെ കൂടെ പണം വെക്കാം. പണം വെക്കുന്നത് എങ്ങനെ വെക്കണം? പണം വെക്കാനും കൂടെ പറഞ്ഞുതരാം. പണം ഒരിക്കലും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വെക്കരുത് പേഴ്സിനകത്ത്. എന്നിട്ട് ഇങ്ങനെ മടക്കിയേ വെക്കാവൂ കേട്ടോ. അത് രഹസ്യമായി പറഞ്ഞായിരുന്നു. ഓരോന്നിനും ഓരോ രീതിയാണ്. ഇങ്ങനെ അങ്ങ് പേഴ്സിനകത്ത് വെക്കരുത്, മടക്കി വേണം. നമ്മൾ വെച്ചല്ലോ ആ പച്ച കോട്ടൻ്റെ അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെക്കുക. ഇങ്ങനെ മടക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ക്ലീം ജപിക്കുക. വാഗുണ്ടും ജപിക്കുക, മനസ്സിലും ജപിക്കുക. വിശ്വാസത്തോടെ ചെയ്താൽ പണം ഒഴിയത്തില്ല. മാത്രമല്ല ലോണെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ തടസ്സമുണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും. അങ്ങനെ ലോൺ കിട്ടിയ ഒരാളാണെന്ന് ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങിൽ അറിയാമല്ലോ. ജസ്റ്റ് എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ലോൺ കിട്ടി, വളരെ സന്തോഷം. അപ്പം ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. കാരണം അവരെ അതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. വളരെ ജീവിതത്തിനോട് പൊരുതി ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ ലോൺ കിട്ടിയെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത്ര ജീവിതത്തോട് അതുപോലെ പൊരുതി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാൻ ഈ ക്ലെയിമിൻ്റെ ഈ വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത് ഈ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ആരും കാണത്തില്ല. ചുമ്മാ ഇപ്പം ഈ കേൾക്കുന്നതിനും അറിയാം, പറയുന്നതിനും അറിയാം. ശുദ്ധ മണ്ടത്തരമാണെന്ന് അല്ലെങ്കിൽ പൊട്ടത്തരമാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ മനുഷ്യൻ പോകുന്നത്. അല്ലെങ്കിൽ ആർക്കും പ്രയോജനമില്ലാത്ത കാര്യം.
ഞാനിപ്പോൾ ഒരു 1000 പട്ട ഉണ്ടാക്കിയിട്ട് പറപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കാണും. കാരണം ഇത് കാണുന്നവന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചെയ്യുന്നവനും ഗുണമില്ല. നല്ല കാര്യം പറഞ്ഞാൽ കാണത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുക, ഞാനൊരു കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാല് തെറ്റി വീഴുന്നു, അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ ചിലപ്പോൾ മില്യൺസ് ആളുകൾ കാണും. കാരണം ഇത് പ്രത്യേകിച്ച് കാണുന്നവർ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഒരു രസം, ഒരുത്തം വെള്ളത്തിൽ വീഴുന്ന കാണുമ്പോൾ ഉള്ളൊരു സുഖം. ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അതിപ്പം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും കാണത്തില്ല. അതായത് അവനവന് സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റം വരുന്ന നല്ല കാര്യങ്ങളും ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയേ പോകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ കാണാറില്ല. അതുകൊണ്ട് തന്നെയാണ് നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകളിലേക്ക് എത്താറില്ല. അപ്പം ഏതായാലും കാണുന്നവർ കാണട്ടെ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ബുക്കുകൾ വെച്ച് എഴുതിയെടുക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ കേൾക്കാൻ താല്പര്യമുള്ളവരും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് നല്ല കാര്യങ്ങൾ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ജീവിതം രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം മക്കളായിക്കോട്ടെ, നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ മക്കളൊക്കെ ചില മോശം കൂട്ടുകെട്ടുകളിൽ പോകുന്നു. എല്ലാത്തിനുമുള്ള പരിഹാരങ്ങൾ, അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട. മാസത്തിൽ ഒരു ശനിയാഴ്ച ആ വ്യക്തിയുടെ പേരിൽ കരിക്കഭിഷേകം, കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം, ഒരു കുപ്പി നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് മാസത്തിൽ ഒരു ശനിയാഴ്ചയും ചെയ്യുക, പക്കനാളിലും ചെയ്യുക. ഇത് ആവർത്തിച്ചാൽ മതി. ആ വ്യക്തി മാറിയിരിക്കും. ആ വ്യക്തി ഏറ്റവും മിടുക്കനായിരിക്കും. സ്വഭാവ ദൂഷ്യങ്ങളോ ഒക്കെ ഉണ്ടായി മാറും. സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ആ കുടുംബമേ രക്ഷപ്പെടും. ഇതൊക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യം. 1 അല്ല 10 അല്ല 100 അല്ല 1000 അല്ല 10000 അനുഭവമുള്ള കാര്യങ്ങളാണ്. എത്രയോ വർഷങ്ങളായിട്ട് വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതം മാറ്റും. അതിനൊക്കെ ലളിതമായി എന്നെ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതിന് എന്നാ പൈസയാണ്. ഇങ്ങനെ അവനൊരാവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും പറയാം, ഇതിൻ്റെ ഒന്നും നല്ല കാര്യങ്ങളെ പുറകെ പോകത്തില്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്നാണെങ്കിലും കൗതുകമുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡിയുള്ള കാര്യങ്ങളോ ഒക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം. നല്ല കാര്യങ്ങൾ അത് പൊതുവെ അറിയാറില്ല. ഏതായാലും ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിച്ച കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നന്മ മാത്രം ചിന്തിക്കുക. എപ്പോഴും ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഇപ്പം ഭാര്യ കാണുന്നു, ഭർത്താവിന് ഇപ്പം ഇതിനോടൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന താല്പര്യമില്ല, നിങ്ങൾ ആ ഭർത്താവിൻ്റെ ഇഷ്ടം കൂടെ അറിഞ്ഞാൽ നിങ്ങളത് ചെയ്താൽ മതി. ഇപ്പം അല്ലെ ഭർത്താവ് കാണുന്നു, ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഈ പല കാര്യങ്ങളും, അവരുടെയും കൂടി ഇഷ്ടം അറിഞ്ഞ് ചെയ്താൽ മതി. കാരണം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പം ഇന്നല്ലേ നാളെ അവർക്ക് മനസ്സിലാക്കിക്കോളും ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ വഴിയെ വന്നോളൂ. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ സാഹചര്യം പോലെയും പറ്റുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇരിക്കും, പ്രാർത്ഥിച്ചാലും മതി. ഇതെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. സുബ്രഹ്മണ്യൻ്റെ ഒരു അത്ഭുതകരമായ വിദ്യ പറഞ്ഞുതരാം. കാരണം ഇത് സുബ്രഹ്മണ്യൻ്റെ കാലമാണ്, സുബ്രഹ്മണ്യൻ്റെ സമയമാണ്, സുബ്രഹ്മണ്യനെക്കുറിച്ച് അറിയേണ്ട സമയമാണ്. സമയം ഇതാ ആയി സുബ്രഹ്മണ്യനെക്കുറിച്ച് അറിയാനുള്ള. ഭഗവാന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരുപാട് വീഡിയോകൾ ഭഗവാനെക്കുറിച്ച് ചെയ്യുന്നുമുണ്ട്. ഇപ്പം ഭഗവാനെക്കുറിച്ച് പറയാൻ ഉള്ള കഴിവ് എനിക്കില്ല. എങ്കിലും എന്നെക്കൊണ്ട് അറിയാവുന്ന പോലെ, സാധിക്കുന്ന പോലെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യാൻ, രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഫ്രീ ആയിട്ട് കസേരയിലിരുന്ന് കിഴക്കോട്ടിരുന്ന് നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ, അതായത് മലദ്വാരത്തിന് മുകളിലായി നട്ടലിൻ്റെ അറ്റത്ത് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വാ കൊണ്ട് ജപിക്കുക. കണ്ണടച്ച് മനസ്സവിടെ ശ്രദ്ധിക്കണം. നട്ടലിൻ്റെ ഏറ്റവും അടിയിൽ മനസ്സ് ശ്രദ്ധിച്ച് കണ്ണടച്ച് വാ കൊണ്ട് ഉച്ചരിക്കണം. സു എന്ന് പറയും. ഓം, ആദ്യം ഓം എന്ന് ജപിക്കണം. ഓം സുബ്രഹ്മണ്യ എന്നുള്ളതിന് ആ സൂവിന് ഇച്ചിരി ബലം കൊടുക്കണം. സുബ്രഹ്മണ്യ, ആ സൂവിൽ മനസ്സ് വരണം. സുബ്രഹ്മണ്യായ നമ എന്ന് ജപിക്കുമ്പോൾ നട്ടലിൻ്റെ താഴേന്ന് ഒരു വെള്ള പ്രകാശം നട്ടലിലൂടെ നിങ്ങളുടെ ശിരസിനുള്ളിൽ വരുന്നതായിട്ടും നിങ്ങൾ സങ്കല്പിച്ച് അത് ജപിച്ച് കണ്ണടച്ച് ആ വെള്ളപ്രകാശത്തെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് തലയ്ക്കുള്ളിൽ, ആ നെറ്റിക്കുള്ളിൽ സങ്കല്പിച്ച് അല്പനേരം ഇരിക്കുക. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം
എടുക്കുകയും വിടുകയും ഒക്കെ സാധാരണ പോലെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മനസ്സുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എപ്പം വേണമെങ്കിലും ചെയ്യാം. സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകും. സുബ്രഹ്മണ്യൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. ഇവിടെ യാതൊരു പൂജയില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്ന് നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയമായ ശക്തിയെ, നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയമായ ശക്തി അറിയുകയാണ്. ആ നിങ്ങളുടെ ഉള്ളിലെ സുബ്രഹ്മണ്യനെ അറിയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ദിവസവും ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡിൽ കൂടെ നടക്കുമ്പോഴോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഒന്നും ഒന്നും ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്തുകൊള്ളുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതെങ്ങനെ ആ മാറ്റങ്ങൾ വരുന്നത്? കാരണം നമ്മുടെ ചക്രാസ് ഉണ്ട്. മൂലാധാരം, മണിപൂരകം, മൂലാധാരം, ഒന്നുകൂടെ പറയാം, ഓർഡർ മാറിപ്പോയി. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഈ ചക്രാസിലൊക്കെ ഭഗവാന്റെ അനുഗ്രഹം വരും. മൂലാധാരത്തിലാണ് നമ്മുടെ അസൂയ, ദേഷ്യം, വെറുപ്പ്, നമ്മുടെ ദാരിദ്ര്യം, മനോഭാവം, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഈ മൂലാധാരത്തിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടാണ് ഉണ്ടാകും. അവിടെ ആ സുബ്രഹ്മണ്യ എന്നുള്ള അത് ചിന്തിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഉള്ളിലായിട്ട് ആ പ്രകാശമായിട്ട് ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം വരുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറും. കടങ്ങൾ, ദാരിദ്ര്യ മനോഭാവം, സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെ മാറി നമ്മളിലേക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട്. ഇവിടെ ഒരു പൂജയുമില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്. പിന്നെ വരുന്നത് സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രത്തിലാണ് നമ്മളുടെ എല്ലാവിധ ആകുലതകളും ടെൻഷനും ഒക്കെ. മൂലാധാരം സ്വാധിഷ്ഠാനത്തിലും കുറേ മൃഗീയ വാസനകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും അത് എപ്പോഴും നിരാശാബോധം, ഇങ്ങനെയുള്ള കാര്യം ഇതൊക്കെ മാറിക്കിട്ടും. പിന്നെ മണിപൂരകം തൊട്ടങ്ങോട്ട് ഈശ്വരീയമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ചക്രമാണ്. മണിപൂരകം തൊട്ട് ശുദ്ധബോധം ഒക്കെ ഉണ്ടാകും. അനാഹതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശ്വരബോധം കൂടി വരും, നന്മ കൂടി വരും. പിന്നെ വിശുദ്ധിയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരും. പിന്നെ ആജ്ഞയിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്വയം മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ല കുടുംബസുഖം, കുടുംബത്തിലെ ഉയർച്ച, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തരുവാൻ തുടങ്ങും. ഇത് നിത്യേന ഇങ്ങനെ നിങ്ങൾ താഴേന്ന് മുകളിലോട്ട് ഒരു വെള്ള പ്രകാശം പോകുന്നതായിട്ട് സങ്കല്പിച്ച് ഈ നെറ്റിക്കുള്ളിൽ തലയ്ക്കുള്ളിൽ നെറ്റിക്കുള്ളിൽ ആ വെള്ളപ്രകാശം സങ്കല്പിച്ച് 1 മിനിറ്റ് ഇരുന്നാൽ മതി. ഇത് ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. ദിവസവും രാവിലെ ചെയ്യാം, വൈകിട്ട് ചെയ്യാം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ശുദ്ധി അശുദ്ധി ഒന്നുമില്ല കേട്ടോ. സുബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ സുബ്രഹ്മം എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മം. സുബ്രഹ്മണ്യൻ ശിവന്റെ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ചൈതന്യമാണ് ഭഗവാൻ. പാർവ്വതീദേവിയുടെ ശക്തിയാണ്. ഭഗവാന് എല്ലാമാണ്. പരമഗുരുവാണ്. അഗസ്ത്യർക്ക് ഗുരുവാണ്. മഹാജ്ഞാനിയാണ്. മഹായോദ്ധാവാണ്. ഭഗവാന് കഴിയാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. മഹാതപസ്വിയാണ്. ഭഗവാൻ എല്ലാമാണ് എന്നറിയുക, എന്ന് അറിഞ്ഞു ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു 4 മാസത്തിലൊരിക്കൽ അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുക. തലേദിവസം ബുക്ക് ചെയ്തിട്ട് ചെയ്യുക. അതോടൊപ്പം 4 മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക, അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക. അതോടൊപ്പം നിങ്ങൾ ഞായറാഴ്ചകളിൽ മുരുകക്ഷേത്രത്തിൽ പോയി കുമാരസൂക്താർച്ചന ചെയ്യുന്ന നല്ലതാണ്. ഓം ശരവണ ഭവ ജപിച്ച് 6 വലത്ത് വെച്ച് കുമാരസൂക്താർച്ചന നടക്കി വെച്ച് ഭഗവാൻ എനിക്ക് രക്ഷപ്പെടുത്തുമെന്ന് പറയുക. നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. വെക്കുമ്പോൾ നന്നായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരം സമർപ്പിക്കുന്നല്ല. 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ ജപിച്ച് ഭഗവാന് ത്രിമധുരം സമർപ്പിക്കുക. വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഏത് വഴിപാടാണെങ്കിലും വെക്കുമ്പോൾ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നല്ലതാണ്. ഭഗവാന്റെ എല്ലാ സാധിക്കുന്ന ഒരു വ്യക്തി ആവർത്തിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഭഗവാനെ എല്ലാവരും അറിയട്ടെ. ഭഗവാന്റെ ഒരു 2-3 മന്ത്രങ്ങൾ ഞാനൊന്ന് ജപിക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് കരുതിയാണ്. വേൽ വേൽ വെട്രി വേൽ മുരുകനുക്ക് ഹരോഹര. വേൽ മുരുകനുക്ക് ഹരോഹര. വേലും മയിലും തുണை. வேல் வேல் வெற்றி வேல். வேல் வேல் வெற்றி வேல் என்னை சுற்றி காக்கும் சுப்பிரமணிய வேல்.
ഉരുവായി അരുവായി ഉളതായി ഇളതായി മരുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനെ. ഇതെല്ലാം ഭഗവാനെ കുറിച്ചാണ്. ഓം സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവായ നമ. ഓം ശരവണ ഭവ എന്ന് ജപിച്ചാലും മതി. ഓം ശരവണ ഭവായ നമ, ഓം വേലായുധായ നമ. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും. വേലായുധമാക്കിയവൻ നമ്മുടെ എല്ലാ ശത്രുദോഷവും മാറ്റിത്തരും. ഓം വേലായുധായ നമ, ഓം സുബ്രഹ്മണ്യായ നമ, ഓം ശരവണ ഭവായ നമ. ഭഗവാന്റെ കുറേ ഞാൻ നിങ്ങൾ തിരുസുഴി ഗുഹ പവനെ, ഭയങ്കര ശക്തിയുള്ളത് കേട്ടോ. വൈകുന്ന പാട് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലോ എപ്പോഴാന്ന് വെച്ചാൽ ഒരു തട്ടത്തിനകത്ത് ഒരു കർപ്പൂരം കത്തിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇത് കത്തിച്ചിട്ട് തിരുസുഴി ഗുഹ പവനെ, തിരുസുഴി ഗുഹ പവനെ, ഈ മന്ത്രം കൊണ്ട് ഞാൻ വേണമെങ്കിൽ എഴുതിയിട്ടേക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പുതിയതായിട്ട് കാണുന്നവർ ഉപകാരപ്പെടും. തിരുസുഴി ഗുഹ പവനെ 9 തവണ ജപിക്കുക. എന്നിട്ട് ഭഗവാനോട് സാമ്പത്തികം ഒക്കെ ആവശ്യപ്പെടുക. ഒരുപാട് ആളുകൾ സാമ്പത്തികം അങ്ങനെ കിട്ടിയതായിട്ട് ഞാൻ തന്നെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ചെയ്യുക. ഏത് ബിസിനസ്സുകാരനോ ഏത് തൊഴിൽ ചെയ്യുന്നവനോ ഏത് തൊഴിൽ ചെയ്യുന്നവനും രക്ഷപ്പെടും. സാമ്പത്തികം ഉണ്ടാകും, കടബാധകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഓം സുബ്രഹ്മണ്യായ നമ എന്ന് ഞാൻ ജപിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം കൃഷ്ണായ നമ, ശിവോഹം ശിവശിവ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ചിന്തിച്ചോണം, നല്ല കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നന്മയാണ് ഈശ്വരൻ, നന്മ മാത്രമാണ് ഈശ്വരൻ. അതെപ്പോഴും ഓർത്തുകൊള്ളുക കേട്ടോ.